തന്ത്രിക്ക് ജാമ്യം കിട്ടി. ഇപ്പം സഭയിൽ ഇപ്പോഴും പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദമുണ്ട്. അതായത് അവരിങ്ങോട്ട് വിടാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിയെ ബലിയേടാക്കുകയായിരുന്നു, അല്ലെങ്കിൽ തന്ത്രിയെ മനഃപൂർവ്വം ഇതിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു, കുറ്റക്കാരനാക്കുകയായിരുന്നു, തന്ത്രിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഇവർ ഇങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോൾ സഭയിൽ അത് ഉന്നയിച്ചു, ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങളും എത്തി. അവർ പറയുന്നത് CPM-ലെ കുറച്ച്, അല്ലെങ്കിൽ CPM-ലെ കുറച്ച് ഉന്നതരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്ത്രിയെ ബലിയേടാക്കി എന്നാണ് ഇപ്പോഴും പ്രതിപക്ഷം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്താണ് പറയുന്നത്? ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയാണ് തന്ത്രിക്ക് എതിരെ ഒരു ശകലം ഒരു കഴിഞ്ഞ കേസ് തെളിവ് പോലും ഹാജരാക്കാൻ SIT കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്ത്രിക്ക് ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സുപ്രീം കോടതി വിധി വന്നതല്ല, ഒരു വിജിലൻസ് കോടതി ആണ് ഇത് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതൊരു അന്തിമ വിധിയായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേസ് അന്വേഷിച്ചത് ആരാണ്? SIT ആണ് കേസ് അന്വേഷിച്ചത്. ഈ SIT ആരുടെ നിയന്ത്രണത്തിലാണ്? അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് എടുക്കുന്നു. ആ കേസിൽ തന്ത്രി പിടിയിലാവുന്നു, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള രേഖകൾ എന്തായിരുന്നാലും ഹൈക്കോടതിയുടെ ടേബിളിലുണ്ടാവും, ദേവസ്വം ബോർഡ് ബെഞ്ചിൽ ഈ പറയുന്ന ഇതുണ്ടാവും. അപ്പം അവിടെ ഇനിയിപ്പോൾ ഇതിനൊരു അപ്പീൽ പോകാനുള്ള സാഹചര്യം കൂടിയുണ്ട്. SITക്ക്, അതായത് ഹൈക്കോടതിയിൽ തന്നെ വിജിലൻസ് കോടതിയുടെ ഇതുകൾ പരിഗണിക്കുന്ന വിഭാഗമുണ്ട്. അവിടേക്ക് ഈ കേസ് അപ്പീൽ പോകാം. ഇനി അവിടെയും ഹൈക്കോടതി ഇത് കേസ് പരിഗണിച്ചുകൊണ്ട് എന്തായാലും ഹൈക്കോടതി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഹൈക്കോടതിയിലേക്ക് ഈ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിനുശേഷം 10-40 ദിവസം ജയിലിൽ കിടന്നതല്ലേ, ആ 40 ദിവസത്തിനകത്ത് എന്തായിരുന്നാലും ഈ പറയുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അവിടെ എത്തിക്കാണും. ആദ്യഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യഘട്ടത്തിൽ ഇത് 3 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 6 ആഴ്ച കൊണ്ട് കോടതി കേസ് അല്ലെങ്കിൽ കേസ് തീർപ്പാക്കണം എന്നുള്ള, അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു ഹൈക്കോടതി SITയോട് ഉത്തരവിട്ടിരുന്നത്. എന്നാൽ അന്വേഷണത്തിന്റെ ഗതി മാറി മാറി വരുന്നതനുസരിച്ചും അന്വേഷണത്തിൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്തതോടുകൂടി ഈ പറയുന്ന അന്വേഷണ കാലാവധി കൂടി നീണ്ടു വരികയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് 6 ആഴ്ച കൊണ്ട് തീർക്കാൻ വേണ്ടിയുള്ള കേസല്ല ഉള്ളതെന്നും അതിനപ്പുറത്തേക്ക് വലിയ വിപുലമായ രീതിയിലുള്ള ഒരു കൊള്ള ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പലരും നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചും കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ ഫലത്തിലാണ് വീണ്ടും ഈ കേസ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത്. തന്ത്രിയെ വിജിലൻസ് കോടതി മുക്തമാക്കിയെങ്കിൽ തന്നെയും ആ കോടതി പ്രകാരം കേസ് തെളിവൊന്നുമില്ല എന്നാണ് പറയുന്നത്. SITക്ക് തെളിവുകൾ കാട്ടി സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ ഈ തെളിവുകളെല്ലാം കൃത്യമായി SIT ഒരുപക്ഷെ ഹൈക്കോടതി ഹാജരാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലെ ഇത് വന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അയാൾക്ക്, അതായത് തന്ത്രിക്ക് ജാമ്യം കിട്ടുമോ കിട്ടാതിരിക്കുമോ വാട്ടവർ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഈ തന്ത്രിയെ വെച്ചുകൊണ്ട് കേരളത്തിൽ മുതലെടുപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ് BJP ആണെങ്കിലും UDF ആണെങ്കിലും. ഇപ്പൊ തന്ത്രിക്ക് ജാമ്യം ജാമ്യം ലഭിച്ചു, തന്ത്രിക്കെതിരെ തെളിവില്ല എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായും തന്ത്രി ഉടനെ ഒരു പ്രതികരണം നടത്തിയ എന്താ, ശബരിമല സ്ത്രീ പ്രവേശന അല്ലെങ്കിൽ യുവതീ പ്രവേശന വിഷയത്തിൽ ഞാൻ എടുത്ത നിലപാട് കാരണമാണ് സർക്കാരിന് എന്തോ ദേഷ്യമുണ്ടായിട്ട് ചെയ്യുന്ന പണിയാണ് ഇതെന്നാണ് തന്ത്രി പറയുന്ന ഒരു ആരോപണം. അങ്ങനെ ഒരു പ്രശ്നം തന്ത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ തന്ത്രിയോട് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നെങ്കിൽ ഈ കാലം ഇത്രയും വെച്ച് നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 2018 നടന്ന ഒരു കാര്യത്തിൽ 2018 കഴിഞ്ഞു, ഇന്ന് എത്തി നിൽക്കുന്നത് 2026-ലാണ്. ആ 2026 വരെ തന്ത്രിയെ പൂട്ടാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലായിരുന്നോ? ഉറപ്പായിട്ടും കഴിയുമായിരുന്നല്ലോ. അവിടെ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നല്ലോ. ആ വിജിലൻസ് അന്വേഷണത്തിൽ തന്ത്രി കുറ്റക്കാരനാണ്. ഇതിനു മുമ്പ് തന്നെ ഒരു വിജിലൻസ് മേധാവി ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അല്ലാതെയും വ്യക്തമാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞതാണ്, ഈ തന്ത്രി ശബരിമലയിൽ ഇരുന്നു കൊണ്ട് അവിടെ 1 രൂപ നാണയം നെറ്റിക്കൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ മേടിച്ചു. അത് എന്തിന്റെ പുറത്താണ്? അവിടെ നിന്ന് കിട്ടുന്ന അതിനും ഇതിനും എല്ലാത്തിനും ചാർജ് ചെയ്യുന്നത് തന്ത്രിയാണ്, അല്ലേ? അതോടൊപ്പം തന്നെ ഈ തന്ത്രി അവിടെ താമസിക്കുന്നത് നിയമപരമായി ശരിയല്ല. തന്ത്രി അവിടെ ഒരു ഈ പറയുന്ന പോലെ ശബരിമലയിൽ എല്ലാവരും വന്നു കയറുന്ന സന്നിധാനത്തിനോട് ചേർന്നുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ തന്നെ ടോയ്ലറ്റും കുളിമുറിയും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു റൂമിലാണ് തന്ത്രി താമസിക്കുന്നത്. അപ്പം ശബരിമലയിൽ അത്രയും അടുത്ത് എങ്ങനെയാണ് ടോയ്ലറ്റും കുളിമുറിയും കൊണ്ട് വെക്കാൻ കഴിയുമോ ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ? അതെങ്ങനെയാ ശരിയാവുക? അപ്പം അത് പരിഹാര ക്രിയകൾ നടത്തേണ്ടതല്ലേ? അപ്പൊ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ തന്ത്രി ലക്ഷക്കണക്കിന് രൂപ 1 രൂപ നാണയം കൊടുത്ത് മേടിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിജിലൻസ് മേധാവി തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഒരു IPS കാരനാണ് അദ്ദേഹം.
അപ്പൊ ഇങ്ങനെയുള്ള എനിക്കത് ഗോപാലകൃഷ്ണൻ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയെല്ലാം ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ തന്ത്രിയെ പൂട്ടാനായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഇതിന് മുമ്പേ പൂട്ടാമായിരുന്നു. 5 ദിവസം എടുത്ത് ജയിലിനകത്തിട്ടാ പോരെ. തന്ത്രി എന്ന് പറയുന്ന ഒരാളെ 5 ദിവസം പിടിച്ച് ജയിലിലിട്ടാ പോരെ. അങ്ങനെയാണെങ്കിൽ കണ്ഠരര് മോഹനർ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം വലിയ മാന്യനായ വ്യക്തിയായിരുന്നു. മോഹനര് അല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ശോഭാ ജോണിന്റെ ഫ്ളാറ്റിൽ ചെന്ന് കയറിയും അവിടുന്ന് തല്ലി മേടിച്ചിട്ടൊന്ന് മുഖം വീങ്ങി നിൽക്കുന്ന ഒരാളുടെ ചിത്രങ്ങളായിരുന്നല്ലോ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അപ്പൊ അത് കള്ളക്കേസാണ്, അതിനകത്ത് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റൂ. വാജിവാഹനം, ഇതെല്ലാം നിയമപരമായി അനുജ്ഞ എന്ന് പറയുന്ന സാധനമുണ്ട്. അനുജ്ഞ അതായത് എന്ത് സാധനവും പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനോ അവിടെ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നതിനോ പൂജാവിധിയോ എന്ത് കാര്യത്തിനാണെങ്കിലും അവിടുത്തെ ദേവന്റെ അയ്യപ്പന്റെ അനുവാദം വേണം. ഈ അനുവാദം അനുജ്ഞ എന്നുള്ള പേരിലാണ് തന്ത്രി ചോദിച്ചു വാങ്ങുന്നത്. ഇത് രേഖാമൂലമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അതിന് എത്രത്തോളം നിയമപരമായി പ്രസക്തിയുണ്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. അനുജ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ അനുജ്ഞ നിയമപരമായി എന്തെങ്കിലും സ്റ്റാൻഡ് ചെയ്തൊരു സാധനമാണെന്ന് അറിയണം. ഇപ്പൊ അനുജ്ഞ കിട്ടി, ശരി അവിടുന്ന് സ്വർണ്ണപ്പാളി ഇളക്കാം എന്ന് ദേവൻ എന്തായാലും നേരിട്ട് പറയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പം അയ്യപ്പൻ പറഞ്ഞു, ശരി എന്റെ സ്വർണ്ണപ്പാളി എല്ലാം കൂടെ ദ്രവിച്ചിരിക്കുക, നിങ്ങൾ കൊണ്ട് ശരിയായി കൊണ്ടുപോവാ എന്ന് അയ്യപ്പൻ പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന് രേഖാമൂലം ഉണ്ടോ എന്നുള്ള കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. അതായത് ഇങ്ങനെ അപ്പം രേഖാമൂലം ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്ത്രി കുറ്റക്കാരനാവും. നിയമപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ, ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു അനുജ്ഞ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ തന്ത്രിയുടെ അനുവാദമായി തന്നെ പരിഗണിക്കേണ്ടി വരും ഇല്ലേ. അപ്പൊ ഇതിനകത്ത് തന്ത്രിയും കുറ്റക്കാരനായി മാറും. അപ്പൊ ഈ അനുജ്ഞ എന്ന് പറയുന്നിടത്താണ് ഒരു പോയിന്റ് കിടക്കുന്നത് ഇവരെ സംബന്ധിച്ച്. അങ്ങനെ അനുജ്ഞ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ, അല്ലെ അനുജ്ഞ രേഖാമൂലമായിരുന്നോ അല്ലാതെയാണോ, ഈ അനുജ്ഞ രേഖാമൂലം കൊടുക്കുക എന്ന് പറയുന്ന രീതിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനൊക്കെ ആണെങ്കിൽ മാത്രമേ നിയമപരമായ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അല്ലാതെ ശബരിമലയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ശബരിമലയിലെ ഏതൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ തന്ത്രി എന്ന് പറയുന്ന ഒരാളെ പൂട്ടുന്ന കാര്യത്തിൽ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് വളരെ ഈസിയായി നടക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇനി അതിൽ വേറെ കാര്യം ഈ സാമ്പത്തിക തിരിമറി തന്നെ വെച്ചിട്ട് ഇയാളെ പൂട്ടാം, തന്ത്രിയെ പൂട്ടാം. ഇതിന് ഈ ഒരു കേസ് തന്നെ വേണമെന്നുണ്ടായിരുന്നു ഇത്രയും കാലം. അതും വിശേഷിച്ച് 2 ദേവസ്വം ബോർഡിലെ 2 ഉദ്യോഗസ്ഥർ, CPM-കാരായ 2 ഉദ്യോഗസ്ഥരെ കൂടി കുടുക്കിക്കൊണ്ട് എന്തിനാ ഇങ്ങനെ ഒരു നാടകം സർക്കാരിന് കളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഫലത്തിൽ ഇവർ 2 പേരും അറസ്റ്റിലാണല്ലോ, പത്മകുമാറും വാസുവും പിന്നെ ശങ്കരദാസും. ഇവരൊക്കെ അകത്താണ്. അപ്പൊ ഇവരെ കൂടെ ഇതിനകത്ത് ഇടകലർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കളി സർക്കാരിന് കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഏതർത്ഥത്തിലാണ് സർക്കാർ മനഃപൂർവ്വം പെടുത്തിയതാണെന്ന് പറയുന്നത്? സ്വർണ്ണക്കൊള്ള കേസ് സർക്കാരാണോ ഉയർത്തിക്കൊണ്ടുവന്നത്? സംസ്ഥാന സർക്കാർ അല്ലല്ലോ സ്വർണ്ണക്കൊള്ള കേസ് ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നെ എന്തിന്റെ പിൻബലത്തിലാണ് ഈ തന്ത്രി ഇങ്ങനെ പറഞ്ഞത്? സർക്കാർ കൊടുക്കിയതാണ് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന കേസേ അല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇത് ഉയർത്തിക്കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയായി നിൽക്കുന്നത്. അവിടുത്തെ സ്വർണ്ണപീഠം കാണുന്നില്ല, ആ ദ്വാരപാലക പീഠം കാണാത്തടത്ത് തുടങ്ങിയ കളി ഇന്ന് എത്തി നിൽക്കുന്ന എവിടാന്ന് ആലോചിച്ച് നോക്ക്. സ്വർണ്ണപ്പാളികളെല്ലാം കൊടുത്ത് വാജിവാഹനം എത്തി. അപ്പൊ ഈ വാജിവാഹനം അവിടുത്തെ കോൺക്രീറ്റ് പതിച്ച് 40 വർഷം ഗ്യാരണ്ടി കൊടുത്തിരുന്ന കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ഇത് കൊടുത്തത്? അങ്ങനെയുണ്ടല്ലോ. അവിടുത്തെ വാജിവാഹനം കൊടുക്കാൻ നിയമപരമായി അവകാശമുണ്ടോ? അല്ലെങ്കിൽ ശബരിമലയിൽ കുറേയധികം ആൾക്കാർ സംഭാവന ചെയ്ത അല്ലെങ്കിൽ കുറേയധികം ആൾക്കാരുടെ പണം കൊണ്ട് ശബരിമലയുടെ സ്വത്ത് എന്നുള്ള പേരിൽ അവിടെ പിടിപ്പിച്ചിരിക്കുന്ന വാജിവാഹനം സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ നിയമപരമായി, ഞാൻ പറയാം താന്ത്രിക വിധി പ്രകാരമല്ല, നിയമപരമായി ഈ തന്ത്രിക്ക് അവകാശമുണ്ടോ? ഇല്ല. ഇത്രയും കോടിക്കണക്കിന് രൂപ അല്ലെ ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന സ്വർണത്തിന്റെ വാജിവാഹനം എങ്ങനെ കൊണ്ടുപോകും? അതിനകത്ത് എന്താണ് നിയമപരമായുള്ള സ്റ്റാൻഡ്? ഇതൊക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പം തന്ത്രി എന്ന് പറയുന്ന ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് നിഷ്പ്രയാസം കഴിയുമായിരുന്നു. അതായത് ഇത്രയും കാലം യുവതീ പ്രവേശനവും കഴിഞ്ഞ് ഇത്രയും കാലം കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ തന്നെയല്ല, തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയുമല്ല സ്വർണ്ണക്കൊള്ള. സർക്കാരിന് അതിനകത്ത് യാതൊരു പങ്കേയില്ല. പിന്നെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോഴാണ് 2017 നടത്തിയ ഈ സ്വർണ്ണക്കൊടിമരം ഉൾപ്പെടെയുള്ള മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച വരുന്നത്. അത് പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയിലിന്റെയും നേതൃത്വത്തിലാണ് നടന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ എന്തിനായിരുന്നു അന്ന് അത് പൊളിച്ചത്? എന്തിനായിരുന്നു വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തത്? ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഉത്തരമാണ് ശരിക്കും ഇവിടെ വേണ്ടത്. അല്ലാതെ ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പൊ എന്താ ചെയ്യുന്നത്? തന്ത്രി ഞങ്ങളുടെ കൂടെയാണ്. കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് എന്താ? ഇനി തന്ത്രിയെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കാര്യം തന്ത്രി എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത്? യുവതീ പ്രവേശന സമയത്ത്
ഞാൻ അമ്പലം പൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ദേഷ്യമാണ് സർക്കാർ തീർക്കുന്നത് എന്ന് പറഞ്ഞു. സോ ശബരിമല യുവതീ പ്രവേശന വിഷയം കേരളത്തിൽ 2018 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും കേരളം ഒരു കലാപഭൂമിയായി മാറിയത് ഏത് കാലഘട്ടത്തിലാണ്? യുവതീ പ്രവേശന കാലഘട്ടത്തിലാണ്. ആ യുവതീ പ്രവേശന കാലഘട്ടത്തെ വീണ്ടും അവര് പുനരാവിഷ്കരിക്കുക എന്ന് പറയും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി ഇതെന്താ സംഭവിക്കുക? അപ്പോൾ ഉടനെ കുറേയധികം വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു. അപ്പൊ അന്ന് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ തന്ത്രി സമ്മതിക്കാതിരുന്നത് കൊണ്ടുള്ള ദേഷ്യം തീർക്കലാണ് ആര് സർക്കാർ ഇവിടെ ചെയ്തത് എന്നൊരു നരേറ്റീവ് ഇപ്പൊ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പറയുന്ന UDF അതെ BJPക്കും അതെ. ഇതപ്പോ സംഭവിക്കുക, ഒരു വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് തങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടെ UDF കഴിയും, BJPക്കും കഴിയും. ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. പുതിയ ഒരു അജണ്ട നടപ്പിലാക്കലാണ് തന്ത്രിയെ പിന്തുണയ്ക്കുന്നതിലൂടെ സത്യത്തിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഇവിടെ ഒരു ഹിന്ദുത്വ അജണ്ട ഇവിടെ വർക്കൗട്ട് ചെയ്യിക്കുക. ഇതുവരെ നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടുള്ള, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും ഒക്കെ പിന്തുണ നേടി നിൽക്കുന്ന UDFനടുത്ത് നിന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ള NSS, SNDP തുടങ്ങിയ സാമുദായിക ശക്തികളെ തിരിച്ച് തന്നിലേക്ക് കൊണ്ടുവരിക. അതിനകത്തുള്ള ശബരിമല വിശ്വാസികളെല്ലാം തിരിച്ച് തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ഈ ഒരു ചിന്താഗതി ഇവിടെ വെച്ച് പുലർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോ ഈ തന്ത്രിയോട് ഇവർ ഇത്രയധികം സ്നേഹം കാണിക്കുന്നത്. അല്ല, അതിന്റെ പിന്നെ വേറൊന്നുമില്ല. കാര്യം എന്താ? തന്ത്രിയുടെ ഒരൊറ്റ വാക്കാണ് കാരണം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഞാൻ എടുത്ത നിലപാട്, ശബരിമല അമ്പലം പൂട്ടി പോകുമെന്ന് പറയുന്ന ആ നിലപാടിനോട് സർക്കാരിനുള്ള എതിർപ്പ് ഇങ്ങനെയാണ് സർക്കാർ കാണിച്ചത് എന്ന് പറയുന്നിടത്ത് വരെ എത്തി കാര്യങ്ങൾ. അപ്പം വീണ്ടും തന്ത്രിയുടെ ലക്ഷ്യം എന്താ? ഈ ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും കത്തിച്ചുകൊണ്ട് ഇനി ഇതിന്റെ വാലറ്റം പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും വേണം മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്ന കനകോലുവിന്റെ ഒരു തന്ത്രം കൂടി ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. അതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അല്ലാതെ ഇതിനകത്ത് വേറെ അടിസ്ഥാനപരമായി കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാലും ഇതിനകത്ത് പ്രത്യേകിച്ച് വസ്തുനിഷ്ഠമായ കാര്യങ്ങളൊന്നുമില്ല. ഇതിനിപ്പം കേസ് SIT ഇനിയും ഇതിന് ഉടനെ അപ്പീൽ പോവും, അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് പോകും. ഇനി അവിടെ അല്ല, ഇനി സുപ്രീം കോടതി വേണമെങ്കിലും SITക്ക് അപ്പീലിനും. കാര്യം SITയെ സംബന്ധിച്ചിടത്തോളം അത് പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ്. ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം SIT കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതി മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഹൈക്കോടതി കൃത്യമായി ഇതിനകത്തൊരു മേൽനോട്ടം ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്.